പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canonന്റെ iP100 എന്ന പ്രിന്റർ എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഒരു ടെസ്റ്റ് ഡോക്യുമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കളറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങളെ ഡോക്യുമെൻ്റ് ഏതും ഈ മോഡൽ പ്രിൻ്ററിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ആ ഡോക്യുമെൻറ്റ്. അപ്പം ഇത് കളർ ഡോക്യുമെൻ്റാണ്. ഞാൻ ജസ്റ്റ് കൺട്രോൾ P അല്ലെങ്കിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. അപ്പോൾ പ്രിൻറ്റിൻ്റെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വന്നു. ഇവിടെ നിങ്ങളെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. സിമ്പിൾ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് ഓക്കെ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് വരും. ഇനി നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റിങ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ആദ്യം മീഡിയ ടൈപ്പ്, ഏത് ടൈപ്പ് പേപ്പറാണ് നിങ്ങൾ ട്രയൽ വെച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. പ്ലെയിൻ പേപ്പർ ആണെങ്കിൽ പ്ലെയിൻ പേപ്പർ, അല്ല ഗ്ലോസി പേപ്പർ ആണെങ്കിൽ ഗ്ലോസി പേപ്പർ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം. അതിനനുസരിച്ചായിരിക്കും ക്വാളിറ്റി ഉണ്ടാവുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു ഗ്ലോസി മാറ്ററാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലെയിൻ പേപ്പർ സെലക്ട് ചെയ്തുകൊണ്ട് പ്രിൻ്റ് എടുത്താൽ ഒരിക്കലും ഗ്ലോസി പേപ്പർക്കുള്ള ക്വാളിറ്റി ഉണ്ടാവില്ല. അത് ഗ്ലോസി പേപ്പർ തന്നെ സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് പേപ്പർ സോയ്സ് ആണ്. ഇതിനാകൊരു ട്രേ ഉള്ളൂ, അത് റിയൽ ട്രേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പ്രിൻ്റ് ക്വാളിറ്റി ഏതാണ് വേണ്ടതെന്നാണ്. ഇവിടെ 4 ക്വാളിറ്റി ഉണ്ട്. ഹൈ ക്വാളിറ്റി ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, ഫാസ്റ്റ് ഉണ്ട്, കസ്റ്റം ഉണ്ട്. ഹൈ ക്വാളിറ്റി പറഞ്ഞാൽ ക്വാളിറ്റി കൂടുതലായിരിക്കും, പക്ഷേ പ്രിൻറ്റിങ് സ്പീഡ് കുറവായിരിക്കും. അതേപോലെ കാറ്റേജിൻ്റെ മൈലേജും കുറവായിരിക്കും. പിന്നെ ഫാസ്റ്റ് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റ് പ്രിൻറ്റിങ് കഴിക്കാരം, പക്ഷേ ക്വാളിറ്റി കുറവായിരിക്കും. മൈലേജ് കൂട്ടാൻ വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്ന സെറ്റിങ്സാണ് ഫാസ്റ്റ്. നമ്മൾ നോർമൽ എല്ലാവരും സ്റ്റാൻഡേർഡ് സെറ്റിങ്സാണ് ഉപയോഗിക്കാറ്. അപ്പോൾ സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യുക. പിന്നെ കളർ ഡെൻസിറ്റി കുറക്കോ കൂട്ടോ വേണം നിങ്ങൾക്ക് ഇവിടെ മോർ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറക്കാനും കൂട്ടാനും സാധിക്കും. കണ്ടില്ലേ, ഇവിടെ ലൈറ്റ് കളറുണ്ട്, ലൈറ്റ് സിയാനും ഒക്കെ കളറുകളുണ്ട്. അത് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക. നോർമലി ഓട്ടോ തന്നെ നിന്നോട്ടെ, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രിൻ്റർ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് പ്രിൻ്റ് ചെയ്യുന്നതാണ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രേ സ്കെയിൽ പ്രിൻറ്റിങ് എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. ഇവിടെ പ്രിവ്യൂ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗ്രേ സ്കെയിൽ ടിക്ക് ചെയ്യുന്ന സമയത്ത് അത് മാറുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ കൂടുതൽ ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ പേജ് സെറ്റപ്പിൽ പോവാം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ പേജ് സൈസ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. A4 ആണോ, 4:6 ആണോ, 5:7 ആണോ, 8:10 ആണോ, ഏതാ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ മെൻഷൻ ചെയ്യാം. A3+ കാണിക്കുന്നുണ്ട്. ഒരിക്കലും അത് പ്രിൻറ്റ് ചെയ്യൂല. കാരണം ഈ സെറ്റിങ്സ് ഉണ്ടാക്കിയിട്ടുള്ള കോമൺ എല്ലാ പ്രിൻ്ററിനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് A3+ വന്നിട്ടുള്ളത്. പിന്നെ ഓറിയൻറ്റേഷൻ ഏത് ടൈപ്പാണ് വേണ്ടത് എന്നുള്ളത്, പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഡ്യൂപ്ലെക്സ് സാധ്യമല്ല. അത് നമ്മൾ മാനുവലായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അതായത് ആദ്യം ഒരു പേജ് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ രണ്ടാമത്തെ പേജ് തിരിച്ച് വെച്ചെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നോർമൽ കേസിൽ നമുക്ക് ഇവിടെ ഈ മെയിനിലാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് ഓക്കെ എന്ന് കൊടുത്തുകൊണ്ടെങ്കിൽ പ്രിൻറ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ എന്നുള്ളത് എത്ര കോപ്പീസ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് കൂടെ മെൻഷൻ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത പോലത്തെ സെറ്റിങ്സ് തന്നെ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഞാനിവിടെ ഓക്കെ എന്നുള്ളത് കൊടുത്തു. അപ്പം നമുക്ക് പ്രിൻ്ററിൽ കാണാൻ സാധിക്കും നമ്മൾ പ്രിൻ്റ് കൊടുത്ത ഡോക്യുമെൻറ്റ് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. ഇത് നോർമൽ ഡോക്യുമെൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ പ്രിൻറ്റ് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൂടുതൽ മൈലേജ് കിട്ടില്ല. ഇപ്പോൾ ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, നമ്മൾ കൊടുത്ത അതേ ഡോക്യുമെൻ്റ് തന്നെ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.